ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി പൊളിക്കാൻ കണ്ണൂർ അഴീക്കലിലെ സിൽക്കിലെത്തി. 2022 ജൂലൈ 16 ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി INSS സിന്ധു ധ്വജ് ആണ് പൊളിക്കുന്നതിനായി സിൽക്കിന് ലഭിച്ചതെന്ന് സിൽക്ക് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും മാനേജിംഗ് ഡയറക്ടറായ TG ഉല്ലാസ് കുമാറും അഴീക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഒരു അന്തർവാഹിനി ആണ് സിൽക്കിന് മുങ്ങിക്കപ്പൽ സിൽക്കിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ബ്രീഫ് പറയാം. നിങ്ങൾക്കെല്ലാം തന്നതാണ്. 1975 ആരംഭിച്ച സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ 35 വർഷത്തെ സേവനം പൂർത്തിയാക്കിക്കൊണ്ട് 2022 ജൂലൈ 16 ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന അന്തർവാഹിനി INS സിന്ധു ധ്വജ് വിശാഖപട്ടണം തുറമുഖത്ത് നിന്ന് പൊളിക്കുന്നതിനായി സിൽക്ക് ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് അഴീക്കൽ യാർഡിൽ എത്തിച്ചേർന്നതായി. 4/4/2024 അന്തർവാഹിനി അഴീക്കലിൽ എത്തിയെങ്കിലും മണൽത്തിട്ടയുടെ ഒരു കാരണത്താൽ ഇതിന് കരയ്ക്കടുപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഏകദേശം 6 ദിവസത്തോളം സിൽക്കിൻ്റെ യാർഡിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂരമിട്ടു. കേരളത്തിലെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവர்களுടെയും തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ B വാസവൻ അവர்களுടെയും ഏകോപനമായ ഇടപെടൽ മൂലമാണ് അന്തർവാഹിനി കരയ്ക്കടുപ്പിക്കാൻ സാധിച്ചത്. നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്നോവേഷനുള്ള CNS റോളിംഗ് ട്രോഫി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകിയ ഏക അന്തർവാഹിനിയാണ് ഈ സിന്ധു ധ്വജ്. നിങ്ങൾ അറിഞ്ഞോ 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.